ഹലോ, വെൽക്കം ടു സാംസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നിസ്സാര ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് പപ്പടം നിറച്ചത്. ഇത് നേരത്തെയെല്ലാം സാധാരണ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു 4 മണി പലഹാരം തന്നെയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ പപ്പടം നിറച്ചത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 7 പപ്പടം അതിൻ്റെ പുറത്തുള്ള പൊടിയെല്ലാം കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/2 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ റവ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ റവ ചേർത്ത് കൊടുക്കാം. ഇനി റവ ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. റവ ചേർത്ത് ഫില്ലിങ് തയ്യാറാക്കി പപ്പടം നിറച്ചത് കഴിക്കുമ്പോൾ ആ റവയുടെ തരി ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ നൽകും. ഇനി തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്ക് വിളയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടത്തിൽ ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം പപ്പടം മടക്കി ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ മൈദയാണ് ഇത് ഒട്ടിക്കാൻ എടുത്തിരിക്കുന്നത്. വെള്ളം വെച്ച് ഇത് ഒട്ടിച്ചെടുക്കാം. ചില പപ്പടം വെള്ളം വെച്ച് ഒട്ടിച്ച് വറുക്കുമ്പോൾ ഇത് ഓപ്പണായി ഈ ഫില്ലിങ് എല്ലാം പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ മൈദ ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാ പപ്പടവും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ രുചികരമായ പപ്പടം നിറച്ചത് തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഇത് ചെറു ചൂടോടെ തന്നെ കഴിക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.